സർക്കാരിന് ഓഗസ്റ്റിൽ ഭരണം നഷ്ടമാകുമെന്നും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാമെന്നും ലാലു പ്രസാദ് യാദവ് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴത്തെ ഘടകകക്ഷികളായ JDU-വിനെയും TDP-യുടെയും ആവശ്യങ്ങൾ NDAയിൽ വിള്ളലുണ്ടാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ സർക്കാരിന് തലവേദനയായിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ആവശ്യങ്ങളാണ്. ജൂലൈ 23-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ഈ നീക്കം. नीतीश जी के नेतृत्व में NDA सरकार बिहार को विकास की पटरी पर ले आई है. ബീഹാറിന് 30,000 കോടി രൂപ വേണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നതാണ് വിവരം. 30,000 കോടിക്ക് പുറമെ മറ്റ് ചില ആവശ്യങ്ങളും നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 9 വിമാനത്താവളങ്ങൾ, 4 മെട്രോ ലൈനുകൾ, നിരവധി മെഡിക്കൽ കോളേജുകൾ, താപവൈദ്യുത നിലയങ്ങൾ, 20,000 കിലോമീറ്റർ റോഡ് അറ്റകുറ്റപ്പണിക്ക് വേണ്ട പണം എന്നിവയാണ് നിതീഷ് കുമാറിന്റെ മറ്റുള്ള ആവശ്യങ്ങൾ. ചന്ദ്രബാബു നായിഡുവും സർക്കാരിന്റെ മുൻപാകെ വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ $12 ബില്യൺ സഹായമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത്. ഒരു വർഷം ഭക്ഷ്യവസ്തുക്കൾക്ക് തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിയുടെ ഏതാണ്ട് പകുതി വരും മുന്നണിയിലെ കക്ഷികളുടെ ആവശ്യങ്ങൾ. കേന്ദ്ര സർക്കാർ കടങ്ങൾ പരമാവധി കുറയ്ക്കാൻ ലക്ഷ്യമിടുമ്പോഴാണ് വലിയ ആവശ്യങ്ങളുമായി സഖ്യകക്ഷികൾ രംഗത്തെത്തുന്നത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത്. നിലവിൽ ഏകദേശം 163 ലക്ഷം കോടി കേന്ദ്ര സർക്കാരിന് കടമായും മറ്റ് ബാധ്യതകളായും ഉണ്ട്. ഇത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ 183 ലക്ഷം കോടിയായി വർദ്ധിക്കുമെന്നതാണ് റിപ്പോർട്ട്. ഇതിനിടയിലാണ് സഖ്യകക്ഷികളുടെ ആവശ്യം. ഈ ആവശ്യങ്ങളോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സർക്കാരിന്റെ ഭാവി.